വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ് നമ്മൾ നോക്കുന്നത്. തിമാറ്റിക് ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആസ് എ ഡ്രമാറ്റിസ്റ്റ് വില്യം ഷേക്സ്പിയറിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ടു ലിറ്ററേച്ചർ, എല്ലാ രീതിയിലും അതിനെക്കുറിച്ചൊരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരു ജീനിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒറിജിനാലിറ്റി കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. അതായത് മിക്കപ്പോഴും അദ്ദേഹം ഹി ഫ്രീലി ബോറോഡ് ഫ്രം സോഴ്സസ് ലൈക്ക് പ്ലൂട്ടാർക്ക് ആൻഡ് ഹോളിൻഷെഡ്. പ്ലൂട്ടാർക്കിൻ്റെയും ഹോളിൻഷെഡിൻ്റെയും ഒക്കെ വർക്ക്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതെല്ലാം അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെയൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ് വില്യം ഷേക്സ്പിയർ ഇന്നും മറ്റുള്ള റൈറ്റേഴ്സിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം ഇന്നും സാഹിത്യത്തിൽ വളരെയധികം നല്ല രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ചില സോഴ്സിൽ നിന്നും അദ്ദേഹം ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു, അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നു. കൂടെ തന്നെ ദ ആർട്ട് ഓഫ് ക്യാരക്ടറൈസേഷൻ, യൂണിവേഴ്സാലിറ്റി, അതുപോലെ അദ്ദേഹത്തിൻ്റെ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ പ്രസൻറ്റേഷൻ, ഇതെല്ലാം അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുകയും അദ്ദേഹം എക്കാലത്തെയും പ്രശസ്തരായ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ട് ഡ്രമാറ്റിസ്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്ലൂട്ടാർക്കിൻ്റെയും ഹോളിൻഷെഡിൻ്റെയും ഒക്കെ സോഴ്സസിൽ നിന്നും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഹി കമ്പൈൻ ദ ട്രാജിക് പാതേഴ്സ് ഓഫ് മാർലോ, ദ ഹൊറർ ഓഫ് വെബ്സ്റ്റർ, ദ കോമഡി ഓഫ് ജോൺസൺ. അങ്ങനെ ഫ്ലെച്ചറിൻ്റെയും ഡെക്കറിൻ്റെയും ഒക്കെ ഒരുപാട് ആശയങ്ങൾ ഇപ്പോൾ ക്രിസ്റ്റഫർ മാർലോൻ്റെ വർക്കിനകത്തൊക്കെ ഒരുപാട് ട്രാജിക് എലമെൻസുകളുണ്ട്. അതുപോലെ വെബ്സ്റ്ററിൻ്റെ വർക്കിനകത്തുള്ള ഹൊറർ ഫീലിങ്സ്, അതുപോലെ തന്നെ ജോൺസൻ്റെ കോമഡി ഓഫ് ഹ്യൂമേഴ്സൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിന്നൊക്കെ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ട്രാജഡി ആണെങ്കിലും കോമഡി ആണെങ്കിലും ഫാൻറ്റസി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ എഫേർട്ട്ലെസ് ആയിട്ട് ഒരു തരത്തിലും റെപ്യൂട്ടേഷൻസ് ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബെൻ ജോൺസൺ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഓൾ ടൈംസ് ആൻഡ് പ്ലേസസ് വിത്ത് ഹിസ് ക്യാരക്ടേഴ്സ് ലൈക്ക് ക്ലിയോപാട്ര ഷോയിങ് ഇൻഫിനിറ്റ് വെറൈറ്റി. അതായത് ബെൻ ജോൺസൺ പറയുന്നത് എല്ലാ കാലത്തിനും എല്ലാ സ്ഥലങ്ങൾക്കും ഉള്ള ഒരാളാണ് എന്ന് അദ്ദേഹം വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്, ക്ലിയോപാട്രയെ പോലെയുള്ള കഥാപാത്രത്തിലെ അനന്തമായ വൈവിധ്യങ്ങൾ അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ. അത് മാത്രമല്ല ഓരോ കഥാപാത്രങ്ങളെയും പൊതുവായ ഒരു മനുഷ്യനിക്കൊരു അനുഭവമുള്ള ഒന്നാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വായിക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളെയും അദ്ദേഹം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ ഓരോ ജനറേഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ ഫെയ്റ്റ്, അതുപോലെ മനുഷ്യരുടെ തിന്മ, അങ്ങനെയൊക്കെ ഇതിനോടുള്ള മനുഷ്യരുടെ പോരാട്ടങ്ങളെയൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അതിൽ കാണിക്കുന്നുണ്ട്. മിക്കപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, രാജാക്കന്മാർ മുതൽ സമൂഹത്തിൽ സാധാരണ ഓരോ വിഭാഗത്തിലുള്ള ആൾക്കാർ, അവസാനം ഏറ്റവും ഒരു വിഡ്ഢികൾ ഉൾപ്പെടെ ആൾക്കാരെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം കഥാപാത്രങ്ങൾ, അതായത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു നേച്ചർ ഉണ്ടാവുമല്ലോ, അതെല്ലാം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒറിജിനലാണ് എന്ന് തോന്നുന്ന വിധത്തിൽ ഇതെല്ലാം വളരെ ഭംഗിയായി തന്നെയാണ് അദ്ദേഹം അതിൻ്റെ കഥകളിലൂടെ ഡ്രാമാസിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എലിസബത്ത് ഏജിൻ്റെ തിയേറ്റേഴ്സ്, അതിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹം ആ ഒരു എലിസബത്തൻ സ്റ്റേജിൻ്റെ എല്ലാ ലിമിറ്റേഷൻസും മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഡ്രാമാസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് എലിസബത്തൻ വേദിയുടെ എല്ലാ പരിമിതികളെയും. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിസബത്തൻ സ്റ്റേജിനെ കുറിച്ചും തിയേറ്റേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ തിയേറ്റേഴ്സിനും അകത്ത് അല്ലെങ്കിൽ എലിസബത്തൻ വേദികളുടെ ലിമിറ്റേഷൻസ് നമുക്കറിയാം. അപ്പോൾ ഈ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഡ്രാമാസൊക്കെ എഴുതുന്നത് എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ എലിസബത്തൻ വേദിയുടെ പരിമിതികളെ അദ്ദേഹത്തിൻ്റെ സമ്പന്നമായ ഭാഷാപ്രയോഗങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം മറികടക്കുമായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹം അത് കോമഡി ആണെങ്കിലും ട്രാജഡി ആണെങ്കിലും ഏതാണെങ്കിലും അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു എലിസബത്തൻ വേദിയുടെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതുപോലെ നമുക്കറിയാം ഹിസ് ദ ഗ്രേറ്റസ്റ്റ് ഹ്യൂമറിസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും വലിയൊരു ഹാസ്യകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വളരെ വൈവിധ്യമാർന്ന ഒരു കൈൻഡ്ലി, അതുപോലെ വളരെ സൂക്ഷ്മമായ നർമ്മങ്ങൾ അദ്ദേഹം, ഇപ്പോൾ വാനിറ്റി ആണെങ്കിലും അതല്ലെങ്കിൽ സാധാരണ ജീവിതത്തിൽ ഇപ്പോൾ എന്തെല്ലാം ഉണ്ടാവും, ഹ്യൂമർ ഉണ്ടാവും, ട്രാജഡി ഉണ്ടാവും, അതുപോലെയുള്ള എല്ലാ ഒരു മനുഷ്യൻ ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ റിയലിസ്റ്റിക് ആയി അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ട്രാജഡിയുടെ കൂടെ തന്നെ കോമഡി കൂടി ആഡ് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ ട്രൂത്ത് ആണെങ്കിലും, ഇപ്പോൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ട്രൂത്ത് ആണെങ്കിലും ബ്യൂട്ടി ആണെങ്കിലും അതെല്ലാം പരസ്പരം ബ്ലെൻഡ് ചെയ്തിട്ട് അത് ഏറ്റവും നല്ല സംഗീതാത്മകമായിട്ട് അതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായത്. ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഒരു ഫേമസ് ഡ്രമാറ്റിസ്റ്റ് എന്നതിലുപരി അദ്ദേഹം ഒരുപാട് പ്ലേസിലൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം അലങ്കാരപ്രദമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് വളരെ സംഗീതാത്മകമായ രീതിയിൽ എഴുതുന്ന ചില വരികൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പോയറ്റ് എന്ന രീതിയിലും അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഫേമസ് ആണ്. അപ്പോൾ എല്ലാ രീതിയിലും, അതായത് ഹിസ് ഗ്രേറ്റ്നെസ് കംസ് ഫ്രം ഹിസ് വെറൈറ്റി, യൂണിവേഴ്സൽ അപ്പീൽ, പ്രൊഫൗണ്ട് കാരക്ടറൈസേഷൻ, തിയേറ്ററിക്കൽ പ്രാക്ടിക്കാലിറ്റി, ഹ്യൂമർ, പാത്തോസ് ആൻഡ് പോയറ്റിക്കാലിറ്റി. ഏത് രീതിയിലും അദ്ദേഹം നമ്മുടെ മുമ്പിൽ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസാണ് ആസ് എ ഡ്രമാറ്റിസ്റ്റ് ആൻഡ് ആസ് എ പോയറ്റ് എന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നും എല്ലായിടത്തും ക്രിയേറ്റിംഗ് ടൈംലെസ് ഡ്രാമാസ് ദാറ്റ് കണ്ടിന്യൂസ് ടു ടീച്ച്, ഡിലൈറ്റ് ആൻഡ് ഇൻസ്പയർ. അപ്പോൾ കാലാതീതമായി ഇന്നും പഠിപ്പിക്കുകയും എല്ലാവരെയും രസിപ്പിക്കുകയും അതേപോലെ തന്നെ ഇൻസ്പയർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് തിമാറ്റിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷേക്സ്പിയർസ് പ്ലേസ്. ഏകദേശം ഒരു 37 പ്ലേസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് കോമഡി ഉണ്ട്, ട്രാജഡി ഉണ്ട്, റൊമാൻസ്, ഹിസ്റ്ററി, അങ്ങനെ ക്ലാസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മുന്നേ. ദെൻ എഡിറ്റേഴ്സ് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ട്രാജഡീസ്, കോമഡീസ്, റൊമാൻസസ്, പ്രോബ്ലം പ്ലേസ്, ഹിസ്റ്ററീസ് ആൻഡ് റോമൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ നോക്കുന്നത്. But his plays often mix genres, so no play fits perfectly into just one category. His tragedies have humor and comedies have serious moments. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമ്മളിപ്പോൾ ട്രാജഡി കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്താലും അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒന്നിനകത്ത് ഫിറ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ട്രാജഡിയുടെ കൂടെ കോമഡി ആഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം എല്ലാം ഷഫിൾ ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ചിലതിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെർഫെക്റ്റായിട്ടും ഇത് ഇന്ന് തന്നെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ട്രാജഡിയുടെ കൂടെ കോമഡി കൂടെ അദ്ദേഹം മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ ട്രാജഡീസാണ്. അതിനകത്ത് മെയിൻ ക്യാരക്ടർ യൂഷ്വലി കിങ്ങോ അല്ലെങ്കിൽ ഒരു നോബൽ ഹീറോ ഒക്കെ ആയിരിക്കും. അതിന് നമ്മൾ ട്രാജിക് ഹീറോ എന്ന് പറയാം. മിക്കപ്പോഴും അവർക്ക് ഈ പറയുന്ന, ഇപ്പോൾ കിങ് ആണെങ്കിലും ഏതൊരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ട്രാജഡിയിലെ ഹീറോ എന്ന് പറയുന്നത് അവർക്ക് പ്രൈഡ്, ജലസി, അംബീഷൻ ഈ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ദൗർബല്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ട്രാജിക് മൊമെൻറ്റിലേക്ക് അവരെത്തുകയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ ട്രാജഡീസിലെ മെയിൻ ക്യാരക്ടർ, അതായത് ഹീറോ ഉണ്ടാവുമല്ലോ, അവർ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ അവർക്ക് ഒന്നില്ലെങ്കിൽ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അമിതമായ ആഗ്രഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ അവർ അതിനകത്ത് ആ ഒരു ദൗർബല്യം തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാകും. അത് ഏത് പൊസിഷനിൽ നിൽക്കുകയാണെങ്കിലും അത് തന്നെയാണ് അവരുടെ പരാജയത്തിൻ്റെ കാരണമായി മാറുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഹാംലെറ്റ്, മാക്ബത്ത്, ഒഥല്ലോ, കിങ് ലിയർ, ജൂലിയസ് സീസർ. അവരുടെ ഏതെങ്കിലും ഒരു കുറവ് കൊണ്ട് അവർ ഒരു ട്രാജഡിയിലേക്ക് എത്തുന്നതാണ് മെയിനായിട്ടും ഇങ്ങനെയുള്ള കഥകളുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇനി ദർ ഈസ് കോൺഫ്ലിക്റ്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ക്യാരക്ടർ ആൻഡ് സൂപ്പർനാച്ചുറൽ തിങ്സ് ലൈക്ക് ഗോസ്റ്റ് ആൻഡ് വിച്ചസ് ഓൾസോ അപ്പിയർ. പിന്നെ ട്രാജഡിയിൽ ഉണ്ടായിരിക്കുന്ന മറ്റുള്ള കുറച്ച് കാര്യങ്ങളാണ്. എപ്പോഴും ഏത് രീതിയിലാണെങ്കിലും പുറത്തും അകത്തും സംഘർഷങ്ങളുണ്ടാകും. കാണികൾക്ക് ആ ഒരു കോൺഫ്ലിക്ട്സുകൾ വ്യക്തമായിട്ട് ഫീൽ ചെയ്യും. ഇത് മാത്രമല്ല, ഇപ്പോൾ ഗോസ്റ്റ്, വിച്ചസ് അതുപോലെയുള്ള സൂപ്പർനാച്ചുറൽ തിങ്സ് അതിനകത്തും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഏറ്റവും ഒടുവിൽ സാധാരണയായി ഏതൊരു ട്രാജഡി നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ ഒരു മരണത്തിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രാജിക് മൊമെൻറ്റിലേക്ക് ആ ഒരു സ്റ്റോറി എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ഉൾപ്പെടെ മരണത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ ട്രാജിക് വേസ്റ്റ് എന്ന് പറയുന്നത്. മേക്സ് ദ ഓഡിയൻസ് ഫീൽ പിറ്റി ആൻഡ് ഫിയർ. അപ്പോൾ ആ ഒരു ഇമോഷണൽ റിലീസിനെയാണ് അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിൻ്റെ വർക്കിൽ കഥാസിസ് എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത്.
ഇത് നമ്മൾ ക്രിറ്റിസിസം പഠിക്കുന്ന സമയത്ത് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ ഒക്കെ പഠിക്കുന്ന സമയത്ത് അരിസ്റ്റോട്ടിൽ വ്യക്തമായിട്ട് ട്രാജഡിയുടെ ഡെഫിനേഷനും അതുപോലെ ട്രാജഡിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മളതിനെ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നല്ലോ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോമഡീസാണ്. അതായത് ലൈറ്റ് ഫണ്ണി പ്ലേസ് വിത്ത് ഹാപ്പി എൻഡിങ്സ്. ഇതിനകത്ത് ഫുൾ ഓഫ് റൊമാൻസ്, മിസ്റ്റേക്കൻ ഐഡൻറ്റിറ്റി, മാജിക്, ഫൂൾസ് ആൻഡ് അഡ്വഞ്ചേഴ്സ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഓഫൻ റൺ അവേ ഫ്രം സിറ്റി ലൈഫ് ടു എ ഫോറസ്റ്റ് ഓർ മാജിക്കൽ പ്ലേസ്. അതായത് വളരെ രസകരമായ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു അവസാനമൊക്കെയുള്ള ഡ്രാമാസ് ആയിരിക്കും മിക്കപ്പോഴും കോമഡീസ് എന്ന് പറയുന്നത്. പ്രണയമാണെങ്കിലും തെറ്റായ ചില തിരിച്ചറിയലുകളോ അതുപോലെ മാന്ത്രികതയും ഫോഴ്സും ഒരുപാട് അഡ്വഞ്ചേഴ്സും ഒക്കെ അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. നമുക്ക് വായിക്കുന്നവർക്ക് ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതുപോലെ പെർഫോമൻസ് ആണെങ്കിലും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അതുപോലെ ക്യാരക്ടേഴ്സൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരു സിറ്റി ലൈഫിൽ നിന്ന് മാറിയിട്ട് വല്ല ഫോറസ്റ്റിലോ മാജിക്കൽ പ്ലേസിലോ ഒക്കെ അങ്ങനെയൊക്കെ പോകുന്ന രീതിയിലൊക്കെ അദ്ദേഹം അതിനകത്ത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും, അതായത് ചിരിയും തമാശയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, പ്രണയമാണെങ്കിലും സാമൂഹികമായ പല കാര്യങ്ങളും വളരെ ഗൗരവത്തോടു കൂടിയിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ടോട്ടലി നമുക്കതിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾസാണ് The Merchant of Venice, Twelfth Night, Much Ado About Nothing, The Tempest ആൻഡ് As You Like It. ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസാണ്. ഒരു ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യുക, ബട്ട് ഓൾസോ ഗിവ് ഹോപ്പ് അബൌട്ട് ലവ്, ഐഡൻറ്റിറ്റി ആൻഡ് ഫോർഗിവ്നെസ്. എപ്പോഴും ജീവിതത്തെക്കുറിച്ചും അതുപോലെ പ്രണയമാണെങ്കിലും ക്ഷമയാണെങ്കിലും ഇതെല്ലാം നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടൊരു അവസാനമായിരിക്കും കോമഡീസിന് മിക്കപ്പോഴും ഉണ്ടാവാറുള്ളത്. ദെൻ റൊമാൻസസ് ഓഫ് ട്രാജിക് കോമഡീസ്. ഏറ്റവും അവസാന കാലത്തിൽ എഴുതിയിട്ടുള്ള ചില വർക്കുകളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. മിക്സ് സാഡ്നെസ് ആൻഡ് ഹാപ്പിനെസ്, സ്റ്റാർട്ട് വിത്ത് പ്രോബ്ലംസ് ലൈക്ക് സെപ്പറേഷൻ ആൻഡ് സഫറിങ് ബട്ട് എൻഡ് വിത്ത് ഹീലിംഗ് ആൻഡ് റിയൂണിയൻ. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അതിനകത്ത്. പക്ഷേ ഏറ്റവും അവസാനം എത്തുമ്പോഴേക്കും റീയൂണിയൻ അല്ലെങ്കിൽ ഹീലിംഗ് പ്രോസസ്സിലേക്ക് അത് എത്തും. ആ ഒരു രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എക്സാമ്പിൾസാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റുള്ള ചില ഘടകങ്ങൾ, ഇതിനകത്ത് ഉൾപ്പെടുന്ന മറ്റുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് മാജിക് ആൻഡ് സൂപ്പർ നേച്ചുറൽ എലിമെൻറ്റ്സ് ആർ കോമൺ. ദെൻ ടൈം ജെംസ് ആൻഡ് സിംബോളിക് ക്യാരക്ടേഴ്സ് അപ്പിയർ. ദെൻ ഫോക്കസ് ഈസ് ഓൺ ഫോർഗീവ്നെസ്, റിഡംഷൻ ആൻഡ് സെക്കൻഡ് ചാൻസ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാന്ത്രികതയും അതുപോലെ മാനസികമായിട്ടുള്ള കുറേ അതൊക്കെ സാധാരണയായിട്ട് ഇതിനകത്ത് കാണുന്നത് തന്നെയാണ്. ചില സമയത്ത് സിംബോളിക്കലായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് അദ്ദേഹം. എന്നിരുന്നാലും ക്ഷമയാണെങ്കിലും ഒരു സെക്കൻഡ് ചാൻസ്, രണ്ടാമത്തെ ഒരു അവസരം, അതുപോലെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടൊക്കെയാണ് അത് എഴുതാറുള്ളത്. അതുകൊണ്ടാണ് ഈ റിയൂണിയൻ അല്ലെങ്കിൽ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹീലിംഗ് എന്നുള്ളൊരു ലെവലിലേക്കൊക്കെ അത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത്. ഹാപ്പി എൻഡിങ് തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ പേർപ്പസ്, അതായത് ഈ ഒരു റൊമാൻസ് ട്രാജിക് കോമഡിയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷ, ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയിൽ നിന്നും പ്രതീക്ഷയുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ എഴുതുക. അതുപോലെ വളരെ കുറച്ച് ട്രാജിക് ഫ്ലോസ് ഒക്കെ തന്നെ ഉണ്ടാവുന്നുള്ളൂ. മോർ എബൌട്ട് മെച്യൂരിറ്റി ആൻഡ് റിന്യൂവൽ. അതായത് നമുക്ക് ദൗർബല്യം കൊണ്ടുള്ള വീഴ്ചയേക്കാൾ കൂടുതൽ ഒരു പക്വതയുള്ള ഒരു പുതിയ തുടക്കം, അതിലേക്ക് നമുക്ക് എത്തണം. അങ്ങനെയാണ് ജീവിതം എന്ന് കാണിച്ചു തരണം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നെക്സ്റ്റ് വൺ, പ്രോബ്ലം പ്ലേസ് ദാറ്റ് ആർ ഹാർഡ് ടു ക്ലാസിഫൈ ആൻഡ് മേക്ക് us അൺകംഫർട്ടബിൾ. അതായത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനൊന്നും പറ്റുള്ളത് എന്താണെന്നുള്ള രീതിയിൽ, അതുപോലെ നമ്മൾ അത്ര കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലൊന്നുമല്ല അതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമഡിയോ അല്ലെങ്കിൽ ട്രാജഡിയോ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഈ ഒരു ടേം ആദ്യമായിട്ട് കൊടുത്തത് F.S. ബോസ് ആണ്. ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയറിൻ്റെ മെഷർ ഫോർ മെഷർ, ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്, ടോർലെസ് ആൻഡ് ക്രിസിഡ, ദ വിൻ്റേഴ്സ് ടെയിലൊക്കെ ഈ ഒരു പ്രോബ്ലം ബേസിന് എക്സാമ്പിൾസാണ്. ഇതിനകത്ത് മെയിൻ ഒരു തീം എന്ന് പറയുന്നത് ഡീൽ വിത്ത് സീരിയസ് മോറൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് ജസ്റ്റിസ്, സെക്സ്, വാർ ആൻഡ് മേഴ്സി ആൻഡ് ദ ടോൺ കീപ്സ് ഷിഫ്റ്റിംഗ് ഫ്രം ഡാർക്ക് ടു ഫണ്ണി. അതായത് പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന നീതിയുക്തമായ കാര്യങ്ങൾ, ധാർമ്മികത, യുദ്ധം, കരുണ്യം പോലെയുള്ള സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ ഒരു ഡാർക്കായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നിന്ന് പതിയെ ഈ ഒരു സ്റ്റോറി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രാമ പെർഫോമൻസ് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ഫണ്ണി ആയ രീതിയിലേക്ക് അത് കൊണ്ടുപോകും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊരു ഡാർക്കായിട്ടുള്ള മൊമെൻറ്റിൽ നിന്ന് വീണ്ടും ഒരു ഫണ്ണി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്.
സോ ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന ചില ജസ്റ്റിസ് ആണെങ്കിലും സെക്സ്, വാർ ആൻഡ് മേഴ്സി അത്തരം ചില സാമൂഹികമായ പ്രശ്നങ്ങളെയാണ് വിലയിരുത്തുന്നത്. അത്ര നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫണ്ണി ആയ ഒരു മൊമെൻറ്റിലേക്ക് അത് എത്തുന്നുണ്ട് എങ്കിൽ കൂടിയും ഏറ്റവും അവസാനം നമുക്ക് ഫീൽ ചെയ്യുക ഒരു ആംബിഗ്യസ് ആയിട്ടുള്ളതാണ്. അതൊരു വ്യക്തതയില്ല. എപ്പോഴും ഒരു സന്തോഷമാണോ സങ്കടമാണോ ഇതിൻ്റെ അവസാനം എന്നുള്ളത് നമുക്ക് തന്നെ അത്രയധികം ക്ലിയർ ആവാത്ത പോലെയൊക്കെയുള്ളൊരു അവസാനമാണ് ഇതിന് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ട്രാജഡി ആണെങ്കിൽ ഒരു ദുരന്തമാണ്, കോമഡി ആണെങ്കിൽ ഒരു കോമിക്കലായിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നിട്ട് രസിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പ്രോബ്ലം പ്ലേസിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ ഉദ്ദേശിക്കുന്നത് ടു മേക്ക് ദി ഓഡിയൻസ് തിങ്ക് ആൻഡ് ഡിബേറ്റ്, അതായത് കുറച്ച് ചിന്തിപ്പിക്കാനും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള വർക്കുകളായിരിക്കും ഇത്. അല്ലാതെ നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രം ഒന്നും അതിനകത്തില്ല. അത് സമൂഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണ് ഷേക്സ്പിയർ അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് സമൂഹത്തിൽ നടക്കുന്ന സാമൂഹികമായ ചില പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഹിസ്റ്ററീസ് ആൻഡ് റോമൻ പ്ലേസ് ബേസ്ഡ് ഓൺ റിയൽ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. മിക്കപ്പോഴും ഫോക്കസ് ഓൺ പവർ, വാർ, ഹോണർ ആൻഡ് അംബിഷൻ. അതായത് ശരിക്കും നടന്നിട്ടുള്ള ചരിത്രപരമായ സംഭവങ്ങളെ ആസ്പദമാക്കി എഴുതുന്നത്. അതിന് എക്സാമ്പിൾസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നത് റോമൻ പ്ലേസ് ആണ്, ബേസ്ഡ് ഓൺ ആൻഷ്യൻ്റ് റോം, അതായത് പുരാതന റോമിനെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതുന്നത്. ഇവിടെയും ഹിസ്റ്റോറിക്കൽ പ്ലേസിനെ പോലെ തന്നെ ചെറിയ കണക്ഷൻ ഉണ്ട്. ഫോക്കസ് ഓൺ പവർ, അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും അധികാരം, അതുപോലെ പൊതു സ്വകാര്യ ജീവിതത്തെ ഒക്കെ ആസ്പദമാക്കിയിട്ടൊക്കെ തന്നെയാണ് ഇതിനകത്തും എഴുതുന്നത്. കൂടുതലായിട്ടും പുരാതന റോമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കഥകളായിരിക്കും. ഫോർ എക്സാമ്പിൾ ജൂലിയസ് സീസർ, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, അതെല്ലാം അതിന് എക്സാമ്പിൾസാണ്. To show political drama and how personal choices affect nations and history. പലപ്പോഴും നാടകീയമായിട്ട് കാണിക്കുന്നത് പലപ്പോഴും വ്യക്തിപരമായ ഒരു തീരുമാനങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യത്തെ ബാധിക്കുന്നത് എന്ന് വ്യക്തമായി അദ്ദേഹം ഇതിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ദി മാൻഡി ക്ലാസിഫിക്കേഷൻ ഓഫ് ഷേക്സ്പിയർസ് പ്ലേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇമ്പാക്റ്റ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അതായത് വില്യം ഷേക്സ്പിയർ ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലുമൊക്കെ ഷേക്സ്പിയറിൻ്റെ സ്വാധീനം എന്താണ്. അതായത് ഷേക്സ്പിയർ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇംഗ്ലീഷിന് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഗ്രാമർ റൂൾസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയെ സമ്പന്നമാക്കുകയും ഒരുപാട് പുതിയ 1700 കൂടുതൽ വാക്കുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം വർക്കിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുതിയ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലതിനൊക്കെ അദ്ദേഹം ഏറ്റവും നല്ല രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ള ചില ഫ്രേസസുകൾ, വേർഡ്സുകളുടെ പുറമെ തന്നെ ചില ഫ്രേസസുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പ്രോവർബുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയെല്ലാം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ്. ഇതെല്ലാം പലപ്പോഴും നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ചില കോട്ടബിൾ ലൈൻസ്, അതായത് നമ്മൾ നിത്യജീവിതത്തിൽ സംഭാഷണങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളതാണ്. പിന്നെ കെൽറ്റിക്, ഓൾഡ് നോർസ്, ലാറ്റിൻ, ജർമ്മൻ, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളിൽ നിന്നെല്ലാം കടമെടുത്തിട്ട് അദ്ദേഹം എലിസബത്തൻ കാലഘട്ടത്തിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ ഭാഷാ വൈവിധ്യം അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലാങ്ക് വേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബ്ലാങ്ക് വേഴ്സ് അദ്ദേഹം ഉപയോഗിക്കുന്ന രീതി, അതെല്ലാം പിന്നീട് വന്ന എഴുത്തുകാർ മെൽവില്ലെ, ഫോക്നർ, ടെന്നീസൺ, ഡിക്കൻസ് പോലെയുള്ള പിന്നീട് വന്ന എഴുത്തുകാരേക്ക് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളിലും പ്ലേസിലെല്ലാം അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഷകൾ, അതുപോലെ ഒരുപാട് വർക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പല ഭാഷകളിലേക്കും. അങ്ങനെ ഏത് രീതിയിൽ എടുക്കുകയാണെങ്കിലും സാഹിത്യപരമായിട്ടും ഭാഷാപരമായിട്ടും സാംസ്കാരികമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഹ്യൂമാനിസം. ഹ്യൂമാനിസം വാസ് എ റിനൈസൻസ് മൂവ്മെൻറ്റ് ദറ്റ് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ ഡിഗ്നിറ്റി, റീസൺ ആൻഡ് പൊട്ടൻഷ്യൽ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതായത് മനുഷ്യൻ്റെ യുക്തിയെയും കഴിവിനെയും ആ ഒരു സ്റ്റാറ്റസിനെയും ഒക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ആ ഒരു റിനൈസൻസ് കാലഘട്ടത്തിലെ ചിന്താഗതിയാണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഷേക്സ്പിയർ അതുപോലെ തന്നെ മറ്റുള്ള റൈറ്റേഴ്സായിട്ടുള്ള ചാപ്മാൻ, ജോൺസൺ, മാർലോ, അവരൊക്കെ ഈ ഒരു ഹ്യൂമനിസ്റ്റിക് ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹി ഹെൽഡ് എ മിറർ ടു ഹ്യൂമൻ നേച്ചർ
ത്രൂ റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സ് ആൻഡ് ഡീപ്പ് ഇമോഷൻസ്. വില്യം ഷേക്സ്പിയറിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡ്രാമാസിലൂടെ മിക്കപ്പോഴും മാനസിക പരിഗണനയുള്ള കഥാപാത്രങ്ങളും, അതായത് റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സിലൂടെ അദ്ദേഹം വളരെ ഡീപ്പ് ഇമോഷൻസ്, മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഇമോഷൻസിനെയും ഒക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അദ്ദേഹം, അതായത് മാനുഷിക പരിഗണന കൊടുത്തിട്ട് ഒരുപാട് വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ആ റിനൈസൻസ് കാലഘട്ടത്തിലെ ചിന്താഗതി, ഹ്യൂമാനിസ്റ്റിക് ചിന്താഗതി അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിളാണ് അദ്ദേഹത്തിൻ്റെ ഹാംലെറ്റ് എന്ന് പറയുന്നത്. അതായത് ഹാംലെറ്റിനകത്ത് അദ്ദേഹം പ്രൈസസ് മാൻ ആസ് ദി ബ്യൂട്ടി ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെംപെസ്റ്റിൽ പ്രോസ്പെറോ റെപ്രസെൻറ്റ്സ് ദി ഹ്യൂമനിസ്റ്റ് ഐഡിയൽ ഓഫ് ദി സിവിലൈസ്ഡ് ആർട്ടിസ്റ്റ് ടീച്ചർ. ദെൻ ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ ഹിസ് പ്ലേസ് എക്സ്പ്ലോർ ടെൻഷൻസ് ലൈക്ക് ആക്ഷൻ വേഴ്സസ് റിഫ്ലക്ഷൻ, തിയറി വേഴ്സസ് പ്രാക്ടീസ് ആൻഡ് ഇൻഡിവിജ്വൽ വേഴ്സസ് സൊസൈറ്റി. അതുപോലെ ഹാംലെറ്റിലും ജൂലിയസ് സീസറിലും ഹ്യൂമൻ ഡിഗ്നിറ്റിനെയും വേർച്യൂനെയും ഒക്കെ പ്രൈസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അതിനെ ബഹുമാനിച്ചുകൊണ്ടും പറയുന്നുണ്ട്. അതുപോലെ ട്രാജിക് ഹീറോസ് ആയിട്ടുള്ള ഹാംലെറ്റ്, ലിയർ, ഒതെല്ലോ, മാക്ബത്ത്, അതിനൊക്കെ അവർക്കൊക്കെ ഷോ ദ ക്വാളിറ്റീസ് ലൈക്ക് കറേജ്, കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ. അതുപോലെ അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഹ്യൂമാനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ടോട്ടലി മാനുഷിക പരിഗണനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഐഡിയ, റിനൈസൻസ് ഐഡിയ എന്നാണ് ഹ്യൂമാനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വില്യം ഷേക്സ്പിയറിൻ്റെ വർക്കിലൂടെ നമുക്കതെങ്ങനെ മനസ്സിലാവും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ വർക്കിനകത്തും ഇവിടെ ടെംപെസ്റ്റ് ആണെങ്കിലും ഹാംലെറ്റ് ആണെങ്കിലും ജൂലിയസ് സീസർ ആണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടോട്ടലി നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ട്രാജിക് ഹീറോസ് ആയിട്ടുള്ള ഹാംലെറ്റും, ലിയർ, ഒതെല്ലോ, മാക്ബത്ത്, ഇവർക്കൊക്കെ ഈ മാനുഷികപരമായ പരിഗണനയുള്ള ഒരു രീതി, അതായത് ഹ്യൂമൻ ക്വാളിറ്റീസ് ആയിട്ടുള്ള കറേജ്, കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ, ഇതെല്ലാം വളരെയധികം ഉള്ളതായിട്ട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാജിക് മൊമെൻറ്റിലും അദ്ദേഹം ഈ ഹ്യൂമനിസ്റ്റിക് ചിന്താഗതികൾ, റിനൈസൻസ് കാലഘട്ടത്തിൽ ഇത്തരം ചിന്താഗതികൾ കൂടി അദ്ദേഹം ഓർത്തിട്ടാണ് അദ്ദേഹം വർക്കുകൾ എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിന് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇംപീരിയലിസം. അതായത് പോസ്റ്റ് കൊളോണിയൽ റീഡിങ്സ് ഷോ ദാറ്റ് ഷേക്സ്പിയർസ് പ്ലേസ് റിഫ്ലെക്റ്റ് ദ ഇംപീരിയൽ ആൻഡ് റേഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് എലിസബത്തൻ ഇംഗ്ലണ്ട്. അതായത് പോസ്റ്റ് കൊളോണിയൽ വായനക്കാരുടെ ഒരു അല്ലെങ്കിൽ ആ വായനകളൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ അറിയുന്നൊരു കാര്യമാണ് ഷേക്സ്പിയറിൻ്റെ മിക്ക പ്ലേസും എലിസബത്തൻ കാലഘട്ടത്തിലെ വംശീയമായ സാമ്രാജ്യത്വപരമായ ചിന്തകളെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് അതെങ്ങനെയാണത് മനസ്സിലാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് യൂറോപ്യൻ സംസ്കാരം അതായത് മറ്റുള്ളവരേക്കാൾ ഉയർന്നതാണ് എന്ന് കാണിക്കുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ ഈ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്, അതായത് ഇംഗ്ലീഷ് യൂറോപ്യൻ സംസ്കാരം മറ്റുള്ളവരേക്കാൾ ഉയർന്നതാണ് എന്ന് പോസ്റ്റ് കൊളോണിയൽ കോൺസെപ്റ്റ് പ്രകാരം മനസ്സിലാവുന്നത് ഇപ്പോൾ അനലൈസ് ചെയ്യുന്നുണ്ടാണല്ലോ. അതായത് പോസ്റ്റ് കൊളോണിയൽ റീഡേഴ്സൊക്കെ ഇതിനെ അനലൈസ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ ഈ അതർനെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ മിക്ക ഷേക്സ്പിയർ വർക്കിനകത്തും ചില വർക്കിനകത്തൊക്കെ ഇങ്ങനെയുള്ള ഒരു ഉയർന്ന ചിന്താഗതിയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ ടെംപെസ്റ്റാണ് എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. ടെംപെസ്റ്റിനകത്ത് പ്രോസ്പെറോ ഒരു ദ്വീപ് കീഴടക്കുന്നുണ്ട്, ഒരു ഐലൻഡ് കീഴടക്കുന്നുണ്ട്. അവിടെ തദ്ദേശീയരായിട്ടുള്ള കാലിബിനെയും അതുപോലെ സെഗറാക്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവരെ വളരെ ക്രൂരമായിട്ട് ചിത്രീകരിക്കുന്നത് കൊളോണിയൽ ആധിപത്യത്തെ ന്യായീകരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ എഡ്വേർഡ് സെഡിനെ പോലെയുള്ള ക്രിട്ടിക്സ് പറയുന്നത് ഇതിനെ ഓറിയൻ്റലിസ്റ്റ് ചിന്തയുടെ ഒരു തുടക്കമായിട്ടാണ് കാണുന്നത്. അപ്പം അതുപോലെ വില്യം ഷേക്സ്പിയറിൻ്റെ ഒതെല്ലോ നമ്മൾ എക്സാമ്പിളാക്കി എടുത്ത് പറയുന്ന സമയത്ത് ഒതെല്ലോ എന്ന് പറയുന്ന വർക്കിൽ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള സംഘർഷങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വംശീയമായിട്ട് മറ്റൊരാളായ ഒതെല്ലോയുടെ അധികാരം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലും അത് ഒരു ദുരന്തത്തിലേക്ക്, ട്രാജിക് മൊമെൻറ്റിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതും വംശീയമായ ഒരു വിവാഹത്തെക്കുറിച്ചുള്ള എലിസബത്തൻ ചിന്താഗതികളിലുണ്ടായ ഭയത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര എടുത്തു കഴിഞ്ഞാലും റോമൻ സാമ്രാജ്യവും ഈജിപ്തും തമ്മിലുള്ള ഒരു രാഷ്ട്രീയപരമായ പ്രോബ്ലംസും അതുപോലെ അധികാരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ ഏത് രീതി എടുക്കുകയാണെങ്കിലും വിശ്വസ്തത അങ്ങനത്തെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പോസ്റ്റ് കൊളോണിയൽ ചിന്താഗതിയിൽ അതേർനെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ഒന്നൊന്നിനേക്കാൾ മീതിയാണെന്നുള്ള ആ ഒരു വേർതിരിവ് അത് വില്യം ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമാക്കുന്ന ചില എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അല്ല ആദ്യം പറയുന്നത് ടെംപെസ്റ്റും പിന്നെ ഒതെല്ലോയും അതുപോലെ തന്നെ ആൻ്റണി ആൻഡ് ക്ലിയോപാട്രയിലൊക്കെയുള്ള ചില രംഗങ്ങൾ എടുത്തിട്ട് അതെല്ലാം ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ടോ എന്ന് സംശയമുണ്ട്, അല്ലെങ്കിൽ സംശയമല്ല, ആ രീതിയിൽ അതിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഫ്യൂഡലിസം.
ഷേക്സ്പിയർസ് പൊളിറ്റിക്കൽ പ്ലേസ് ഷോ എ ഷിഫ്റ്റ് ഫ്രം ദ ഓൾഡ് ഫ്യൂഡൽ സിസ്റ്റം ടു സെൻട്രലൈസ്ഡ് മൊണാർക്കി. നമുക്ക് ഫ്യൂഡലിസം നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ മിക്ക രാഷ്ട്രീയ നാടകങ്ങളെല്ലാം, അതായത് പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പ്ലേസ് എല്ലാം പഴയ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്ന് ഒരു സെൻട്രലൈസ്ഡ് മൊണാർക്കിയിലേക്ക് മാറ്റം കാണിക്കുന്നുണ്ട്. അതായത് പ്രഭു പലപ്പോഴും എന്തെങ്കിലും അവർക്ക് വേണ്ടി ഒരു സേവനം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഭൂമി നൽകുന്ന ഒരു സിസ്റ്റം മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റം മാക്ബത്തിലെ ഒരു എക്സാമ്പിളാക്കി എടുക്കുകയാണെങ്കിൽ, മാക്ബത്തിനകത്ത് വാർ നടക്കുന്നു. അപ്പോൾ ആ വാറിൽ ഏറ്റവും നല്ല ധീരമായി പോരാടി ഈ വ്യക്തിക്ക് ഭൂമിയാണ് സമ്മാനമായി കിട്ടുന്നത്. പക്ഷെ പിന്നീട് ഈ രാജാവിനെ വധിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ പദ്ധതിയിടുന്നത് ആ വിശ്വസ്തതയല്ലേ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് മെർച്ചൻ്റ് ഓഫ് വെനീസിനകത്ത് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയും അതുപോലെ മുതലാളിത്ത വ്യവസ്ഥയുടെ ഉയർച്ചയും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ അന്റോണി എന്ന് പറയുന്ന വ്യാപാരി, ഷൈലോക്ക് എന്ന് പറയുന്ന പണം കൊടുക്കുന്ന ആൾ, പോർഷ്യ എന്ന് പറയുന്ന ജന്മി എന്നീ കഥാപാത്രങ്ങളൊക്കെ സാമ്പത്തികമായിട്ടുള്ള ആ റോളുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷൈലോക്കിനോടുള്ള വെനീഷ്യക്കാരുടെ ആ അവിശ്വാസം, അതുപോലെ പണം, അതുപോലെ കച്ചവടം, അതുപോലെ പഴയ ക്രമത്തെ തകർക്കുമെന്നുള്ള ഒരു ഭയം, അതായത് കൂടുതൽ പണം കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ പണവും കച്ചവടമൊക്കെ പഴയ ഒരു ക്രമത്തെ തകർക്കുമെന്നുള്ള ഒരു ഭയം, അതുപോലെ തന്നെ പഴയ വ്യവസ്ഥ തകരുകയും പുതിയത് വരികയും ചെയ്യുന്ന കാലഘട്ടത്തിലെ ആശങ്കകൾ, ഇതെല്ലാം ഷേക്സ്പിയർ നാടകത്തിലൂടെ കാണിക്കുന്നുണ്ട്. പക്ഷേ കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തായാലും സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പാട്രിയാർക്കൽ ഡോമിനൻസ്, അതായത് പുരുഷ ആധിപത്യം. എലിസബത്തൻ സൊസൈറ്റി വാസ് പാട്രിയാർക്കൽ ആൻഡ് ഷേക്സ്പിയർസ് പ്ലേസ് റിഫ്ലക്റ്റ് മെയിൽ ഡോമിനൻസ് ഇൻ പൊളിറ്റിക്സ്, ഫാമിലി ആൻഡ് സൊസൈറ്റി. അതായത് എലിസബത്തൻ സൊസൈറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി പുരുഷ മേധാവിത്വമുള്ള ഒന്നായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും കുടുംബമാണെങ്കിലും ഫാമിലി ആണെങ്കിലും സമൂഹമാണെങ്കിലും എല്ലായിടത്തും പുരുഷന്മാർക്ക് ഒരു അധികാരമുള്ളതായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും അവിടെ സ്വാതന്ത്ര്യം കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് ഷേക്സ്പിയറിൻ്റെ ഈ ഒരു കാര്യം, അതായത് പുരുഷ മേധാവിത്വം എന്നുള്ളത്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലായ്മ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, എലിസബത്തിന് ഏജിൽ ഉണ്ടായിരുന്നു. അത് വില്യം ഷേക്സ്പിയറിൻ്റെ വർക്കിനകത്ത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. എക്സാമ്പിളാണ് എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന് പറയുന്ന വർക്ക്. അപ്പോൾ അതിനകത്ത് ഹെർമിയയും അതുപോലെ ഹെലനയും ഇഷ്ടമില്ലാത്തവരെ വിവാഹം കഴിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു നിയന്ത്രണങ്ങൾ, അതുപോലെ തന്നെ ഹാംലെറ്റിൽ ജെറ്റ്രൂഡ് ക്ലോഡിയസിനെ വിവാഹം കഴിക്കുന്നത് തീരുമാനിച്ചത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഷോയിങ് ആങ്സൈറ്റി അബൌട്ട് വിമൻ ഇൻ പവർ. അതായത് ജെറ്റ്രൂഡിൻ്റെ വിവാഹം രാഷ്ട്രീയമായ ഒരു അസ്ഥിതി ഉണ്ടാക്കുകയും സ്ത്രീകൾ അധികാരത്തിൽ വരുന്നത് അപകടമാണെന്നുള്ളൊരു ചിന്താഗതി അവിടെ ഉള്ളതാണ് ഒരു മെയിൻ ഒരു ഇത്. അതുപോലെ തന്നെ പൊലോണിയസും അതുപോലെ ലേർട്ടസും ഒഫീലിയയുടെ പ്രണയം വളരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വില്യം ഷേക്സ്പിയറിൻ്റെ മിക്ക വർക്ക്, ഹെൻറി ഫോർത്ത് ഉൾപ്പെടെയുള്ള വർക്കിനകത്തെല്ലാം ഇങ്ങനെ ഈ ഒരു പുരുഷാധിപത്യം, സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരം നൽകാത്ത ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. And his plays capture both the fears and desires of a patriarchal society dealing with changing gender roles. ഇവിടെ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ഒരു ഭയം, ആഗ്രഹമൊക്കെയാണ് ഷേക്സ്പിയറിൻ്റെ വർക്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്ലേസ് എല്ലാം ഫെമിനിസ്റ്റ് പഠനത്തിന് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതായത് എലിസബത്തൻ സമൂഹം എന്ന് പറയുന്നത് മുഴുവനായിട്ടും പുരുഷാധിപത്യത്തിലാണ്. അപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും എവിടെയും പുരുഷന്മാർക്കാണ് അധികാരം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവ്. അപ്പോൾ അങ്ങനെ രീതി ചിന്തിക്കുന്ന സമയത്ത് ഇന്നത്തെ ഫെമിനിസ്റ്റ് ചിന്താഗതികൾക്ക് ഇതിനെക്കുറിച്ച് വിമർശിക്കാനോ അല്ലെങ്കിൽ ഇതുമായിട്ടൊരു സംവാദം നടത്താനോ ഉള്ള അത്തരം ആശയങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വർക്കിനകത്തുണ്ട്. ലാസ്റ്റ് പോയിൻ്റാണ് ഹോമോസെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ആംബിഗ്യൂറ്റി. ദെൻ എലിസബത്തൻ കാലഘട്ടത്തിൽ ഇങ്ങനെ ഹോമോസെക്ഷുവാലിറ്റി അത് വളരെ നിയമവിരുദ്ധമാണ്, സാമൂഹികമായിട്ട് വിലക്കപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഷേക്സ്പിയർ അതൊന്നും അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെയൊന്നും പ്ലേസിലൂടെയൊന്നും നേരിട്ട് അത് കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഡിസ്ഗൈസ് ഉണ്ടല്ലോ, വേഷം മാറുന്ന രീതി, അതിലൂടെയൊക്കെ അദ്ദേഹം അതിനെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ത്രീ വേഷങ്ങളും ചെയ്തിരുന്നത് പുരുഷന്മാരായിരുന്നു, ആൺകുട്ടികളാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിന് കുറേ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ആസ് യു ലൈക്ക് ഇറ്റിൽ, അതുപോലെ 12th നൈറ്റിലൊക്കെയുള്ള എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ജെൻഡർ
റോൾസ്, അതിൻ്റെ സങ്കീർണമായ ആശയങ്ങൾ, ഇതൊക്കെ ഷേക്സ്പിയർ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരുപാട് വർക്കിലൂടെ അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട്. സമൂഹത്തിന് അതിന് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ ഡയറക്റ്റായിട്ട് അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ ഇത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ജെൻഡർ സ്റ്റഡീസിന് അദ്ദേഹത്തിൻ്റെ ചില നാടകങ്ങൾ പ്രസക്തമാണ്. അപ്പോൾ ഡയറക്റ്റായിട്ടൊന്നും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടില്ല, കാരണം അത് നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്കിലെ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെയുള്ള ആശയങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ അനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ ഇതുപോലെയുള്ള പഠനങ്ങൾ ജെൻഡർ സ്റ്റഡീസിന് ഇത് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊക്കെ വളരെ പ്രസക്തമായിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വില്യം ഷേക്സ്പിയറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ തിമാറ്റിക് ക്ലാസിഫിക്കേഷൻ, ഏതെല്ലാം ഡ്രാമാസാണ്, ടൈപ്സ് ഓഫ് ഡ്രാമാസാണുള്ളത്, അതിൻ്റെ എക്സാമ്പിൾസ്, അദ്ദേഹത്തിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അതുപോലെ പിന്നെ ഹ്യൂമാനിസം, അതുപോലെ ഇമ്പീരിയലിസം, അങ്ങനെയുള്ള ചില ടേംസുകൾ ലാസ്റ്റ് വരെ നമ്മൾ പറഞ്ഞാൽ എല്ലാ ടേംസും റെനൈസൻസ് കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന സംഭവങ്ങളാണ്. അതെല്ലാം എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ പ്രതിഫലിച്ച് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റ് 3 ആണ് നമ്മളിവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.